തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ CPIM അനവധി ചോദ്യങ്ങൾ നേരിടുകയാണ്. സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് പാർട്ടി നേരിടുന്നതെന്ന വിമർശനം ഒരു ഭാഗത്തുണ്ട്. തിരുത്തലിന് വേണ്ടിയുള്ള മുറവിളികൾ ഒരു ഭാഗത്തുണ്ട്. ഇത്തരം ആവശ്യങ്ങളോടൊക്കെ എങ്ങനെയാണ് കേരളത്തിലെ CPIM പ്രതികരിക്കുന്നത് എന്ന് നമുക്കറിയാം. CPIMൻ്റെ കേരളത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും PB അംഗവുമായ MV ഗോവിന്ദൻ മാസ്റ്ററാണ് നമുക്കൊപ്പം ഉള്ളത്. മാഷേ നമസ്കാരം. നമസ്കാരം. ഈ കേരളത്തിലെ തോൽവിയെ സംബന്ധിച്ച് ഈ പാലക്കാട് നടന്ന മേഖലാ റിപ്പോർട്ടിങ്ങിൽ പ്രകാശ് കാരാട്ട് പറഞ്ഞത് ബംഗാളിലേക്ക് ഇനി അധിക ദൂരമില്ലെന്നാണ്. കേരളത്തിലെ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ എന്നാണ്, ബംഗാളിലേക്കുള്ള ദൂരം കുറഞ്ഞു, ഈ തിരഞ്ഞെടുപ്പ് ഒരു വലിയ തിരിച്ചടിയാണ് എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ടോ? ആ നിലപാടിലേക്ക് ഞങ്ങൾ എത്തിയില്ല. ഇവിടുത്തെ പാർട്ടി ആ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്ന റിപ്പോർട്ടൊക്കെ വെറുതെ പറയുന്ന റിപ്പോർട്ടുകളാണ്. പ്രകാശ് കാരാട്ട് 2 മേഖലാ റിപ്പോർട്ടുകളിലാണ് പങ്കെടുത്തത്. അതിലാദ്യത്തെ പങ്കെടുത്ത റിപ്പോർട്ട് ഞാൻ തന്നെ പങ്കെടുത്ത കണ്ണൂർ റിപ്പോർട്ടാണ്. അപ്പോൾ അവിടെയൊന്നും പറയാത്ത കാര്യം വെറുതെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വാർത്ത നിങ്ങൾ ഉണ്ടാക്കുകയാണ്. യഥാർത്ഥത്തിൽ പാർട്ടി ഗൗരവപൂർവ്വം ശ്രദ്ധിച്ച് മുമ്പോട്ടേക്ക് പോകേണ്ടതാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ റിസൾട്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് പാർട്ടി തിരുത്തേണ്ടതെല്ലാം തിരുത്തി മുമ്പോട്ടേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട്. ഇനി മാഷ് തന്നെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരാം. നല്ലപോലെ തോറ്റു എന്ന് മാഷ് പറഞ്ഞു. അടിത്തറ ഇളക്കിയ ഒരു തോൽവിയാണ് കേരളത്തിലെ പാർട്ടിക്ക് ഉണ്ടായത്. കാരണം ഇനി മാഷ് അതിനെ ഖണ്ഡിച്ചാൽ ഞാനൊരു കണക്കൂടെ പറയാം. 2019 35.19% വോട്ട് കേരളത്തിൽ LDFന് ലഭിച്ചു. ഇത്തവണ അത് 33.35%-ത്തിലേക്കാണ് വന്നത്. അപ്പോൾ പാർട്ടിയുടെ ജനകീയ അടിത്തറ തകർന്നിട്ടില്ല എന്ന പതിവ് വ്യാഖ്യാന പാഠവും കൊണ്ട് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. 1.75% വോട്ടല്ലേ നിങ്ങൾ പറയുന്നതിന് അത് കുറവുണ്ടായിട്ടുള്ളൂ. 33.35% വോട്ട് ഇപ്പോഴും CPIMനും ഇടതുപക്ഷ ജനാധിപത്യത്തിനും കേരളത്തിലുണ്ടല്ലോ. 2.8% വോട്ട് UDFന് കുറഞ്ഞിട്ടുണ്ട്. 2019 താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ വോട്ട് 2.8% കുറഞ്ഞു. ഞങ്ങളുടെ വോട്ട് 1.75% കുറഞ്ഞു. ഇതാണല്ലോ കേരളത്തിൻ്റെ വോട്ടിംഗ് സ്ട്രെങ്തിൻ്റെ ഒരു ചിത്രം. എന്നാൽ ഞങ്ങൾ കാണുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 2014 മുതൽ 2024 വരെയുള്ള 10 വർഷക്കാലത്തിനിടയിൽ ഞങ്ങൾക്ക് വോട്ടിൻ്റെ ശരാശരി ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. ആ കുറവ് ഗൗരവപൂർവ്വം തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ആ കുറവ് പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ ആവശ്യമായ രീതിയിലുള്ള പാർട്ടി സംവിധാനം രൂപപ്പെടുത്തി വളർത്തിയെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. ഈ 10 വർഷം പാർട്ടിയുടെ വോട്ടിൽ വലിയ തോതിലുള്ള ഇടിവുണ്ടായപ്പോൾ തന്നെ BJPയുടെ വോട്ട് 2014 മുതൽ 24 താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടിയായിട്ടുണ്ട്. ഇതൊരു രാഷ്ട്രീയമായ ഒരു ആശങ്ക നിങ്ങൾക്ക് നൽകുന്നില്ലേ? അല്ല, BJPയുടെ വോട്ട് ഇരട്ടിയാകുന്നതിൽ CPIMൻ്റെ മാത്രം വോട്ട് നഷ്ടപ്പെട്ടു എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? അല്ല, അതിൽ നല്ല ഭാഗം UDFൻ്റെയാണ്. ഇപ്പം തൃശ്ശൂർ ജയിച്ചു BJP. 86,000 വോട്ടാണ് കോൺഗ്രസിൻ്റെ വോട്ട് അവിടെ കുറഞ്ഞത്. അപ്പോഴാണ് 1,00,000-ത്തിലധികം വോട്ട് BJPക്ക് അധികം കിട്ടിയത്. ആ 86,000 വോട്ടിൽ ക്രിസ്തീയ വോട്ട് ഉൾപ്പെടെയുള്ള സാധാരണ പരമ്പരാഗതമായി കോൺഗ്രസ്സിന് കിട്ടുന്ന വോട്ടാണ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ കാണണം. ഞങ്ങളുടെ വോട്ടും കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ടും അതിൽ ചോർന്നിട്ടുണ്ട്. അത് ശരിയാണ്. ഞങ്ങൾക്ക് പക്ഷേ അവർക്ക് 86,000 വോട്ട് കുറഞ്ഞു 2019 അടിസ്ഥാനപ്പെടുത്തി. ഞങ്ങൾക്ക് അവിടെ 16,228 വോട്ട് കൂടി. രണ്ടാം സ്ഥാനത്തേക്ക് പിന്നെ LDF വന്നെങ്കിലും അവിടെ BJP വിജയിച്ചിട്ടുണ്ട്. BJP ജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടകരമായ സംഭവം. അതിൽ BJP ജയിച്ചത് കോൺഗ്രസിൻ്റെ ചിലവിലാണ്. ഇവിടെ നിയമം ജയിച്ച പോലെ നിയമം വന്ന് ജയിച്ചല്ലോ. കോൺഗ്രസിൻ്റെ വോട്ട് പൂർണ്ണമായിട്ടും മിക്കവാറും അവർക്ക് കൊടുക്കുന്ന സ്ഥിതി വന്നു. അപ്പോൾ ഓരോ ജയിച്ചു. കോൺഗ്രസിൻ്റെ വോട്ട് അവർക്ക് കൊടുക്കാതെ സ്ഥിതി വന്നു. അപ്പോൾ അവിടെ BJP തോറ്റു. ഇവിടെ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. അത് ക്രിസ്തീയ വോട്ട് ഉൾപ്പെടെ അങ്ങനെ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 86,000 വോട്ട് അവർക്ക് അവിടെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടില്ല, കുറഞ്ഞു. ഈ തൃശ്ശൂർ അങ്ങ് മാറ്റി നിർത്തിയാൽ ഇപ്പോൾ ആലപ്പുഴ എടുത്താൽ ആലപ്പുഴയിൽ പിന്നെ BJP 3-ാം സ്ഥാനത്തേ വന്നുള്ളൂ എന്ന് ശരിയാണ്. പക്ഷേ പാർട്ടിയുടെ ശക്തി ദുർഗങ്ങളെന്ന് കരുതുന്ന കായംകുളം, ഹരിപ്പാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ LDF 3-ാം സ്ഥാനത്താണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കായംകുളം, ഹരിപ്പാട് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഞങ്ങളെക്കാളും കൂടുതൽ വോട്ട് നേടുന്ന ഒരു പാർട്ടിയായിട്ട് BJP മാറി എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുന്നതിനാണ്. അത് സംഘടനാപരമായ കാര്യം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ്. അതൊക്കെ ഞങ്ങൾ പരിശോധിക്കും. ഈ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര കമ്മിറ്റി ചില വിമർശനങ്ങൾ നടത്തി എന്ന വാർത്തകൾ വരുന്നുണ്ട്. അത് മാഷ് നേരത്തെ നിഷേധിക്കുകയും ചെയ്തു. പക്ഷേ CC കമ്മ്യൂണിക്കേഷനിലൊരു കാര്യം, അടി മുതൽ
മുടി വരെ കേരളത്തിലെ പാർട്ടിയിലെ നേതാക്കൾക്ക് അഹന്ത, ധാർഷ്ട്യം തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അത് പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയെന്നാണ്. അപ്പോൾ ഈ അഹന്ത, ധാർഷ്ട്യം ഒരു പ്രവണതയായി മാറിയിരിക്കുന്നു. ഞങ്ങൾ കണ്ടതിൻ്റെ അപ്പുറത്തൊന്നും തന്നെ സെൻട്രൽ കമ്മിറ്റി പ്രത്യേകമായിട്ട് കേരളത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല. കേരളത്തിൻ്റെ റിവ്യൂ തയ്യാറാക്കിയത് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഇവിടെയുള്ള PB മെമ്പർമാരും സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരും എല്ലാം ചേർന്ന് 5 ദിവസം നടത്തിയ ഒരു പ്രക്രിയയിലൂടെയാണ്. ആ കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരാമർശിക്കുന്ന ഭാഗത്ത് പാർട്ടി സെൻട്രൽ കമ്മിറ്റി കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുള്ളത്. അതിവിടെ എന്തൊക്കെയാണോ ഞങ്ങൾ അംഗീകരിച്ചത്, ആ അംഗീകരിച്ചത് ഉൾപ്പെടെ ചേർത്ത് സെൻട്രൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അകത്ത് ഒന്നു മാത്രമേ ഉള്ളൂ. ഒരു കാര്യവും ഏതെങ്കിലും രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അല്ലെങ്കിൽ കേരളത്തിലെ CPM-നോ എതിരായിട്ടുള്ള ഒരു പരാമർശവും ഭാഗവും അതിൻ്റെ അകത്ത് വേറെയില്ല. ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങൾ ഈ അഹന്തയും അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ കണ്ടത് തന്നെയാണ്. അഹന്ത, ധാർഷ്ട്യം തുടങ്ങിയ കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയത് തന്നെയാണ് എന്നാണോ മാഷ്? ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ തിരുത്തേണ്ടതാണെന്നാണ്. തിരുത്തേണ്ടത് എന്തൊക്കെയുണ്ടോ അത് പാർട്ടി മെമ്പർ മുതൽ പാർട്ടി അഖിലേന്ത്യാ നേതൃത്വം ഉൾപ്പെടെ എല്ലാവരും തിരുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ പൊതുവേ കണ്ടിട്ടുള്ളത്. അത് വ്യക്തിപരമായിട്ട് ഇന്നയാളാണ് തിരുത്തേണ്ടത്, ഇന്നയാളാണ് തിരുത്തേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ അതിന് നിങ്ങൾ ഈ മൈക്കിൻ്റെയും അതുപോലെ തന്നെ ആങ്കറോട് പറഞ്ഞു പറയുന്നതൊന്നും വലിയ കാര്യമുള്ള ഈ മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ എന്തെങ്കിലും മാറ്റം അല്ല, വെറുതെ നിങ്ങൾ പർവ്വതീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ അല്ല. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ അതാണോ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധാർഷ്ട്യത്തിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത്? മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റുന്ന ഒരു പൊതുവികാരം വരുന്നത് പാർട്ടി ഉണ്ടാക്കിയ വികാരം അത്. ആ വികാരത്തിനൊന്നും ഞങ്ങൾ ഗൗരവം കാണുന്നില്ല. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റേണ്ടതില്ല എന്നാണോ? അല്ല, എന്താണ് മാറ്റേണ്ടത് നിങ്ങൾ പറ. അതായത് ഇപ്പോൾ ഈ പൊതുവായി ഒരു മൈക്ക് കേടായപ്പോൾ മൈക്ക് കേടായതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതാണോ മാറ്റേണ്ടത്? അല്ല, അത്തരത്തിൽ അത് വേറെ എന്താണ്? അതായത് മറ്റ് ഒന്നും പറയാനില്ല. വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ ചർച്ച ചെയ്യാണ്. ഒരു കാര്യമില്ലാതെ ഒരു ഗൗരവമില്ലാത്ത പ്രശ്നമാണ് നിങ്ങൾ പർവ്വതീകരിക്കുന്നത്. അത് നിങ്ങൾക്ക് കനുകൂല സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വ്യക്തിഹത്യയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, മാധ്യമങ്ങളും ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും. അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ട് അത് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് നിങ്ങൾ എടുത്തിരിക്കുകയാണ്. അതാണ് പ്രതിപക്ഷ നേതാവും സുധാകരനും കനുകൂല സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഈ ബോഡി ലാംഗ്വേജ് തന്നെ മാറിയിരിക്കുകയാണല്ലോ. ഇപ്പോൾ എന്തിനും ചീത്ത പറയുക, ആരെപ്പറ്റിയും പറയുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. ഒരു ഗൗരവമില്ലാത്ത നവകേരള സദസ്സിൽ ഇപ്പം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ മണ്ഡലത്തിനടുത്ത് മാടായിൽ വെച്ചാണല്ലോ ആദ്യം ഈ ആക്രമണം ഉണ്ടാകുന്നത്. ആ ആക്രമണത്തെ ഒരു രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രിയെ പോലെ ആൾക്കാർ പറയാൻ പാടുണ്ടോ? എങ്ങനെയാണ് ആക്രമണം ഉണ്ടായത്? നവകേരള ബസ്സിന് ഒരു കരിങ്കൊടി കാണിച്ചതല്ലേ? കരിങ്കൊടി അങ്ങനെയാണോ പ്രശ്നം ഉണ്ടായത്? ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടുകയല്ലേ ചെയ്ത്, ചാരി അവരെ രക്ഷപ്പെടുത്തുകയല്ലേ? അതല്ലേ രക്ഷാപ്രവർത്തനം? അത് മനസ്സിലായില്ലേ? ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടുന്നു, ചാടിയവരെന്താ ചെയ്യണ്ടേ? രക്ഷിച്ച് ബസ്സിന് വീഴാതെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണ്ടേ? ആ രക്ഷാപ്രവർത്തനം ചുമതല ഡിവൈഎഫ്ഐക്കാരെ ഒരാളെ ഏൽപ്പിച്ചില്ല. അപ്പോൾ ഡിവൈഎഫ്ഐക്കാർ അവിടെ നടന്ന കാര്യമാണ്. അല്ല, അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം എന്ന നിലപാടിൽ ഒരു മാറ്റവുമില്ല. രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളമാണ് അസംബ്ലിയിൽ ഇപ്പോഴും പറഞ്ഞത്. ആ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യം തന്നെയാണ്. ഇനി അതിൻ്റെ ഭാഗമായിട്ട് വിവാദം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. അതായത് ബസ്സിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യാ സ്ക്വാഡ് പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ക്വാഡിനെ എന്താ ചെയ്യുക? പിടിച്ചു മാറ്റിയല്ലേ? ഈ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ അമ്പലപ്പുഴ അത് വേറെ സ്ഥലത്തുണ്ടായതല്ല. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളെ അതിനെയും രക്ഷാപ്രവർത്തനമായിട്ടാണ് പിന്നീട് ന്യായീകരിച്ചത്. അല്ല, രക്ഷാപ്രവർത്തനം അത് സംബന്ധിച്ച് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അസംബ്ലിയിൽ ഇപ്രാവശ്യം പിണറായി തന്നെ മറുപടി പറയുമ്പോൾ പറയുകയും ചെയ്തു, ഇതാണ് രക്ഷാപ്രവർത്തനം. അതിന് പിന്നീടുണ്ടായ കാര്യം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഈ മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഒരു ജനകീയത വരണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും പ്രവർത്തനത്തിൽ ഒരു ജനകീയത വരണം എന്ന് നിർദ്ദേശിക്കാൻ കേരളത്തിലെ പാർട്ടിക്ക് എന്തെങ്കിലും ഭയമുണ്ടോ? അല്ല, എന്തിനാണ് ഭയപ്പെടേണ്ട കാര്യം? ഞങ്ങൾക്ക് ആരും ഒരാളെയും ഭയപ്പെടേണ്ട കാര്യമില്ല. പാർട്ടി ജനറൽ സെക്രട്ടറി മുതൽ PB മെമ്പർ വരെ മുഖ്യമന്ത്രി വരെ ഒരാളെയും ഈ പാർട്ടിക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. പാർട്ടി വ്യക്തമായ നിലപാടനുസരിച്ചിട്ടാണ് പാർട്ടി പ്രവർത്തിക്കുക. ഞങ്ങൾ എന്തിനാണ് ആരെയെങ്കിലും പ്രത്യേകമായിട്ട് ഭയപ്പെട്ട് നിൽക്കേണ്ട കാര്യം? നിങ്ങൾ ഉണ്ടാക്കുന്നേ അത്. നിങ്ങളുടെ വാർത്താ ശൃംഖലകളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശയം അത്. ഈ ആശയം രാജ്യം ചർച്ച ചെയ്യണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ ചർച്ച നിങ്ങൾ നടത്തിക്കോ, ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല. അല്ല, ഈ അപ്പം ഒരു കാര്യം മനസ്സിലായല്ലോ. അപ്പം ഇനി അതിൻ്റെ മേലെ കറണ്ട് അല്ല, അതിലേക്ക് വരിക. അതായത് ഞാൻ പറഞ്ഞു, ഭരണവിരുദ്ധ വികാരം ഫലത്തെ സ്വാധീനിച്ചു എന്നൊരു കാര്യം. ഭരണവിരുദ്ധ വികാരം ഫലത്തെ സ്വാധീനിച്ചു. ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോഴും അങ്ങനെയാണ് നമ്മൾ കരുതുന്നത്. ഭരണവിരുദ്ധ വികാരത്തിനെ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. എന്തായിരുന്നു പ്രശ്നം?
കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന പണം തരാതിരിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ നിരവധി മേഖലയിൽ നടപ്പിലാക്കേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ക്ഷേമ പദ്ധതികൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് പെൻഷന്, അതുപോലെ DA കൊടുക്കേണ്ടത്, പെൻഷൻകാർക്ക് കൊടുക്കേണ്ടത്, അംഗൻവാടിക്കാർക്ക് കൊടുക്കേണ്ടത്, നിരവധി മേഖലയിൽ കൊടുക്കേണ്ടുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള വസ്തുതയാണ് ഊന്നേണ്ടത്. നിങ്ങൾ എന്തേത് പറയാത്തത്? അത്തരമൊരു ക്യാമ്പയിൻ ഇവിടെ നടന്നല്ലോ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട്. ആ ക്യാമ്പയിൻ ഏശിയില്ല. ഞങ്ങൾക്ക് 1.75% പോയിട്ടുള്ളൂ. നിങ്ങൾ ഏശിയില്ല എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെയാണെങ്കിൽ ഈ 62 ലക്ഷം കമ്മ്യൂണിക്കേഷനിൽ ഞങ്ങൾ പറഞ്ഞു തന്നെയാ പറഞ്ഞില്ലേ? അതെ, ആ കമ്മ്യൂണിക്കൽ എഴുതി വെച്ചത് ഞാൻ വായിക്കണം? വേണ്ട, വായിക്കൊന്നും വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കിയതല്ലേ. പിന്നെ നിങ്ങൾ വായിക്കുന്നു? അല്ല, പിന്നെ മാഷ സംശയം വെറുതെ വായിക്കേണ്ട കാര്യമേ. അടിത്തറയിൽ ഇളക്കുണ്ടായിട്ടുണ്ട്, അത് ഞങ്ങൾ കണ്ടു. അത് ഈ പറയുന്ന ദുർബല ജനവിഭാഗങ്ങൾക്കുൾപ്പെടെ നൽകേണ്ടിയിരുന്ന നിരവധി ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി. അതിനെന്തുകൊണ്ട് എന്നുള്ളതാണ് നിങ്ങൾ കാണാത്തത്. നിങ്ങൾ കാണുന്നത് നിങ്ങളങ്ങനെ പറയുന്നില്ലേ? നിങ്ങൾക്കത് ആഗ്രഹമുണ്ട് ആ രീതിയിൽ പറയാൻ. ഞങ്ങൾക്കത് പറയേണ്ട കാര്യമില്ല. ഗവൺമെൻറ്റിനോടുള്ള വിരോധമല്ല യഥാർത്ഥത്തിൽ. ഗവൺമെൻറ്റിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തിക ഉപരോധം പോലെ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാൻ സാധിക്കാതിരുന്നത്. അത് കൃത്യമായിട്ട് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങനെയാണ് എന്നത് സ്വാഭാവികമായിട്ടും ഇത് കിട്ടേണ്ടുന്ന ആൾ കിട്ടാതിരിക്കുമ്പോൾ അവർക്കതിൻ്റെ വികാരപരമായ നിലപാടുണ്ടാവും. അതുകൊണ്ട് ആരും ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്നൊന്നുമല്ല, ഇതെല്ലാം ഒരു വലിയ വിഭാഗമാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തു. എന്നാൽ പോലും അങ്ങനെ അല്ലാതെ കുറച്ച് ആളുകളുടെ വോട്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് സത്യമാണ്. ഈ ഒന്നാം പിണറായി മന്ത്രിസഭയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി മന്ത്രിസഭയുടെ പെർഫോമൻസിനെ പറ്റി പാർട്ടിക്കകത്ത് തന്നെ വിവിധ തരത്തിലുള്ള ചർച്ചകളിലും മറ്റും വിമർശനങ്ങളുണ്ട്. ചർച്ചകളും വിമർശനങ്ങളൊക്കെ ഉണ്ടാവുന്നു. അതിന് ഉണ്ടാവണം എന്ന് പറയുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. ഇടയ്ക്കതില്ലായിരുന്നോ? ഉണ്ടായിരുന്നു, എല്ലാ കാലത്തും ഉണ്ട്. അത് ഏറ്റക്കുറച്ചിലുണ്ടാവണ്ട, നല്ലവണ്ണം ഉണ്ടാവണം എന്നാണ് നമ്മുടെ അഭിപ്രായം. അല്ല, ഞാൻ പറയാം, അപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പെർഫോമൻസ്, മന്ത്രിമാരുടെ പരിചയക്കുറവ്, മന്ത്രിമാരുടെ ഇതിന് മുമ്പ് വന്നുള്ള മന്ത്രിമാരെല്ലാം നല്ല പരിചയത്തിലാവുന്നു. അല്ല, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ജി സുധാകരൻ പരിചയസമ്പന്ന മന്ത്രി, AK ബാലൻ പരിചയസമ്പന്ന മന്ത്രിയായിരുന്നില്ലേ? അതായത് ആരും മന്ത്രിയായി വരുമ്പോൾ പരിചയസമ്പന്നത്തോട് വരുന്നില്ല. പറഞ്ഞ മനസ്സിലായ? ഏതെങ്കിലും ഒരാൾ മന്ത്രിയായി വരുമ്പോൾ അയാൾ പരിചയസമ്പന്നതയോടുകൂടി അല്ല വരുന്നത്. മന്ത്രിയായി പിന്നെ പരിചയസമ്പന്നത നേടുകയാണ്. അത്രയും കണ്ടാൽ മതി. അപ്പോൾ അത് നേടാൻ എല്ലാവർക്കും സാധിക്കുന്നേ ഉള്ളൂ. ആ പരിചയസമ്പന്നതയുടെ കുറവ്, അത് ആർജിക്കുന്നതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, അതൊക്കെ മാഷിന് തന്നെ തിരിച്ചറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന, ഒരു അഴിച്ചുപണിക്ക് CPM ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആലോചിക്കുന്നില്ല. ഒരാലോചനയുമില്ല. മന്ത്രിസഭയിൽ ഒരു തരത്തിലുള്ള മാറ്റം ആവശ്യമില്ല. മന്ത്രിസഭേൻ്റെ പ്രശ്നമല്ല ഇത്. ഈ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായി അതിന് എന്തൊക്കെയാണ് മുൻഗണനാക്രമം എന്നതാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കാൻ പോകുന്നത്. ഈ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചാൽ മറ്റെല്ലാ കാര്യത്തിലും സർക്കാർ ഓക്കെയാണ് എന്ന നിലയിലാണോ? അതെ, എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് നന്നായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ എല്ലാ മന്ത്രിമാരെ സംബന്ധിച്ചും നല്ല കഴിവുള്ളവർ തന്നെയാണ്. അവർ നല്ലപോലെ പ്രവർത്തിക്കുന്നുമുണ്ട്. ഈ മന്ത്രിമാരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് നേരത്തെ CPM കടന്നിരുന്നു. ഈ ഘട്ടത്തിൽ ഇപ്പോഴും നമ്മൾ കടക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ 100 ദിവസ പരിപാടി വളരെ ഫലപ്രദമായി നടപ്പിലാക്കാൻ പോകില്ലേ കേരള ഗവൺമെൻറ്? 100 ദിന പരിപാടി. ഇപ്പോൾ ഈ വരുന്ന 20-ാം തീയതി കഴിഞ്ഞ് വരുന്ന സ്റ്റേറ്റ് കമ്മിറ്റിയിൽ സർക്കാരിന് ഒരു പൊതു മാർഗ്ഗരേഖ തയ്യാറാക്കുന്ന നടപടികളാണോ ചെയ്യാൻ? അല്ലല്ല, ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്തിനാണ് മുൻകൈ കൊടുക്കിട്ടേണ്ടത് സർക്കാർ. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ 62 ലക്ഷം ആളുകൾക്ക് പെൻഷനുണ്ട്. ഈ പെൻഷൻ നിർബന്ധപൂർവ്വം കൊടുക്കണം. അതിൻ്റെ കുടിശ്ശികയും കൊടുക്കണം. അതുപോലെ ജീവനക്കാരുടെ DA ഉണ്ട്, കുടിശ്ശികയുണ്ട്. പെൻഷൻകാരുടെ കുടിശ്ശികയുണ്ട്, അത് കൊടുക്കണം. കൊടുക്കാൻ ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. അംഗൻവാടി ഹെൽപ്പർ, അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ആശാ വർക്കർമാർ, ഇങ്ങനെ സമൂഹത്തിൻ്റെ പിന്നണിയിൽ നിൽക്കുന്ന ഏതാണ്ട് 10-20% വരുന്ന ആളുകൾക്ക് കിട്ടേണ്ടുന്ന പല ആനുകൂല്യങ്ങളുണ്ട്. ഈ ആനുകൂല്യങ്ങളെല്ലാം ചെറിയ ചെറിയ പൈസയായിരിക്കും, അതെല്ലാം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് എങ്ങനെ എന്നത് സംബന്ധിച്ചാണ് ഗവൺമെൻറ്റും പാർട്ടിയും എല്ലാം കൂടി ആലോചിച്ച് ഒരു കൃത്യമായ പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്യണമെന്ന് ഭാവി പരിപാടിയുടെ ഭാഗമായിട്ട് ആലോചിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടി സർക്കാരിന് മുൻഗണന നിശ്ചയിച്ച് കൊടുക്കാൻ പോവുകയാണ്? അല്ലല്ല, അങ്ങനെയല്ല. അത് നിങ്ങൾ തെറ്റായ ചോദ്യമാണ്. ഇങ്ങനെയുള്ള ചോദ്യം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അല്ല, ശരിയാ. നാളെ നിങ്ങൾക്ക് പറയുന്ന ശരിയായ ഉത്തരം അല്ല, ഉത്തരം ചെയ്യാൻ ഞാൻ പറയാൻ പോകുന്നത് പാർട്ടി നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ഗവൺമെൻറ് പ്രവർത്തിക്കുകയല്ല. പിന്നെ ഗവൺമെൻറ് തന്നെ അതിൻ്റെ പ്രയോറിറ്റി നിശ്ചയിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ മാർഗ്ഗനിർദ്ദേശം അതിനാവശ്യമായ രീതിയിലുള്ള സഹായം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പാർട്ടി എന്ന രീതിയിൽ എല്ലാ സന്ദർഭത്തിലും നയപരമായ കാര്യങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. അതാണ് കാര്യം.
ഈ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് അങ്ങയുടെ നാടുമായി ബന്ധപ്പെട്ട വിഷയമാണ് കണ്ണൂരിലെ ഈ അധോലോക സ്വർണ്ണം പൊട്ടിക്കൽ കേന്ദ്രം. അപ്പോൾ ചെങ്കൊടിക്ക് താഴെ ഒരു അധോലോക സംസ്കാരം വളരരുത്, അതിനെ ചെറുക്കണം, അത് പാടില്ല എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞ ഒരു കാര്യം. അതിനോട് CPIM സംസ്ഥാന സെക്രട്ടറിക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? അല്ല, അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് എനിക്കറിയില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ഒരു പൊട്ടിക്കലും ഒരു അധോലോക പ്രവർത്തനവും CPIMൻ്റെ ഭാഗമായിട്ട് ഒരാളും നടത്താൻ അനുവദിക്കില്ല, ഒരാളെയും ആ രീതിയിൽ പാർട്ടിയിൽ സംരക്ഷിക്കുകയും ചെയ്യില്ല. അതാണ് പാർട്ടിയുടെ നിലപാട്. ആ നിലപാട് മനസ്സിലാക്കിക്കൊണ്ടല്ല അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടാകുക. അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത് മാത്രമേ ഉള്ളൂ. ഒരു പ്രത്യേക പാർട്ടി വേറൊരു പാർട്ടിയാണല്ലോ, അവർക്ക് അവരുടേതായ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. പക്ഷേ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അത്തരം ഒരു നിലപാടല്ല ഇപ്പോൾ ബിനോയ് വിശ്വം സ്വീകരിച്ചത്. അത്തരം ഒരു നിലപാടല്ല ബിനോയ് വിശ്വം ഇപ്പോൾ സ്വീകരിച്ചതെന്നാണോ? അതല്ലേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്? അതായത് പിന്നെ SFIയുമായി ബന്ധപ്പെട്ടു അദ്ദേഹം ചില കാര്യങ്ങളുണ്ട്. അതിപ്പോൾ AISFുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ SFIയായിട്ട് പണ്ട് മുതലേ ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും AISF എന്ന് പറയുന്നത് CPIയുടെ പോഷക സംഘടന പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, അത്രയേ ഉള്ളൂ. അല്ലാതെ കാണുന്നില്ല. SFI ചരിത്രം പഠിക്കണം, അവരെ ചരിത്രം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. SFI കേരളത്തിലെ നിരവധി ആളുകളെ ചരിത്രം പഠിപ്പിക്കുകയും SFI ഇവിടെ നിരവധിയായ ആളുകൾ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുകയൊക്കെ ചെയ്തിട്ടുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അടിയന്തരാവസ്ഥ മുതൽ ഇങ്ങോട്ട് അതിനെല്ലാം നന്നായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. അതിൻ്റെ ഏതെങ്കിലും പദാനുപത, ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പോലെ പദാടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു മറുപടിയും പറയാൻ ഞാനിപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ പരിഹരിക്കും, ഞങ്ങൾ പരിഹരിക്കും. അപ്പോൾ ഈ ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണങ്ങൾ കണക്കിലെടുക്കുന്നില്ല എന്നാണോ? SFI ആയാലും അങ്ങനെയല്ല കണക്കിലെടുക്കേണ്ടത്, ഇങ്ങനെയല്ല അത് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ചെയ്യണം. മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ നമ്മുടെ ഈ മനു തോമസ് ഉന്നയിച്ച ചില വിഷയങ്ങളുണ്ടല്ലോ, അത് ഈ കണ്ണൂരിലെ സ്വർണ്ണക്കടത്ത് വെട്ടിക്കലുമായി ബന്ധപ്പെട്ടൊരു കമ്മീഷൻ റിപ്പോർട്ട്, അതിലെ നടപടികൾ ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് മാഷിന് മനു തോമസിന് പരാതി തന്നിരുന്നല്ലോ. അത് ഞങ്ങൾക്ക് കിടപ്പുന്ന ഇവിടുന്ന് അന്വേഷിക്കുന്ന നിലപാടൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ഒരു പരാതി കിട്ടിയാൽ അത് പാർട്ടി ബന്ധപ്പെട്ട ഘടകങ്ങളിലേക്ക് അയച്ച് അവരാണ് പരിശോധിക്കുക. അവർ പരിശോധിച്ചിട്ടുണ്ട്, ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അല്ല, M സുരേന്ദ്രൻ കമ്മീഷൻ്റെ അതിന് ശേഷമുള്ള നടപടിയിൽ തൃപ്തിയില്ലാന്ന് കാണിച്ച് മാഷ് പരാതി തന്നത്. ഏത് നടപടിയായാലും, ഏത് സംഘടനാപരമായ പ്രശ്നമായാലും, ഏത് പരാതിയായാലും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു പരാതി കിട്ടിയാൽ ആ പരാതി സംസ്ഥാന കമ്മിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് ബന്ധപ്പെട്ട പാർട്ടി ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ പറയും. അതുമായി ബന്ധപ്പെട്ടൊരു പരാതിയല്ലേ, തർക്കമല്ലേ വന്നു? അപ്പോൾ അവിടെ നീതി കിട്ടാത്തതുകൊണ്ടായിരിക്കുമല്ലോ. എന്ത് നീതി കിട്ടേണ്ടത്? ഏതാ നീതി കിട്ടാതിരുന്നത്? നീതി കിട്ടാതിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുള്ളത് പാർട്ടിക്ക് ബോധ്യമാവണ്ടേ? അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരാതി കൊടുത്തിട്ടുണ്ട് പറഞ്ഞുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഇവിടെ ആയിരക്കണക്കിന് പരാതി ദിവസം വരുന്നുണ്ട്, 1, 2, 100 ഒന്നുമല്ല. ആ പരാതികളെല്ലാം ഞങ്ങൾ പരിശോധിക്കുന്നു. 1000-ലൊരുവനാണോ മനു തോമസ്? 1000-ലൊരുവനാണോ മനു തോമസ്? അല്ല, അങ്ങനെയുള്ള ആയിരക്കണക്കിന് പെറ്റീഷനുകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും, ഘടകങ്ങൾ തമ്മിലുള്ള ഏറ്റക്കുറച്ചിലുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. പെറ്റീഷൻ്റെ എല്ലാം ഗൗരവം ഒരേപോലെ തന്നെയാണ്. അല്ല, പക്ഷേ ഈ അവിടെ മനു തോമസിനെ പാർട്ടിയിൽ നിന്ന് പ്രവർത്തനമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് വന്നു. അതിന് P. ജയരാജൻ ജില്ലാ സെക്രട്ടറിയെ മറികടന്നൊരു മറുപടി പറഞ്ഞതല്ല ഈ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കിയത്. അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതിൽ ജില്ലാടിസ്ഥാനത്തിൽ വന്ന പ്രശ്നങ്ങളാണ്, നമുക്ക് നോക്കാം. അത് പരിശോധിക്കുന്നുണ്ടോ? അതെ, അത് അവിടെ പരിശോധിക്കേണ്ടതാണ്. അവർ പരിശോധിച്ചോളും. നിങ്ങൾ എന്തിനാ ബേജാറാകുന്നു? അല്ല, ഞങ്ങൾക്ക് ബേജാറല്ല, മാഷ് പരിശോധിക്കേണ്ട വിഷയമാണ്. ഞങ്ങൾ പരിശോധിക്കേണ്ട വിഷയമൊന്നുമില്ല. ഞങ്ങൾ പരിശോധിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കും. അല്ല, ഇതുപോലെ മാഷ് പരിശോധിക്കുമെന്ന് പറഞ്ഞ വിഷയമായിരുന്നു E. P. ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച. ഗൗരവമായ പരിശോധന ഉണ്ടാകുമെന്ന് മാഷ് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിനുശേഷം ഇതുവരെ ഒരു നടപടികളും അക്കാര്യത്തിൽ വന്നിട്ടില്ലല്ലോ. ആയിട്ടില്ലല്ലോ. ഇതെല്ലാം അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. കാര്യങ്ങളൊക്കെ സംഘടനാപരമായിട്ട് കൈകാര്യം ചെയ്യാൻ പോകല്ലേ ഉള്ളൂ. നോക്കിയിട്ട് ചെയ്യാം നമുക്ക്. ഈ കഴിഞ്ഞ ദിവസം തിരുവമ്പാടിയിൽ KSCB ഓഫീസിൽ കുറച്ച് ചെറുപ്പക്കാർ അതിക്രമം കാട്ടിയെന്ന് പറഞ്ഞു. ആ അതിക്രമം കാട്ടിയത് അത് നിയമപരമായി നേരിടാനുള്ള സംവിധാനങ്ങളും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ KSCB ചെയർമാൻ പറഞ്ഞത് അവരുടെ വീട്ടിലെ ഫ്യൂസ് ഊരാനാണ് പറഞ്ഞത്. ഈ ഫ്യൂസ് ഊരിയ നടപടി അപ്പോൾ ഒരു സർക്കാരിൻ്റെ ഒരു പൊതു നയമാണോ ഈ ഉദ്യോഗസ്ഥർ നടത്തുന്നത്? അത്തരം നടപടിയെക്കുറിച്ച് അതൊന്നും ഗവൺമെൻറ്റിൻ്റെ പൊതു നിലപാടൊന്നുമല്ല. അപ്പോൾ ഈ KSCB ചെയർമാൻ നടത്തിയ നടപടി ശരിയാണെന്നാണോ? അല്ല, KSCB ചെയർമാൻ നടത്തിയിട്ടുള്ള നിലപാടിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അത് അവർ പരിശോധിക്കേണ്ടതാണ്. ഞങ്ങളിങ്ങനെ ഏതെങ്കിലും സമരം നടത്തിയ ആളുടെ എല്ലാം ഫീസ് ഊരിക്കളണമെന്നുള്ള നിലപാടിലേക്കൊന്നും ഞങ്ങളില്ല. അത് ശരിയായ നിലപാടുമല്ല. ഈ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പിന്നെ ഉയർന്നൊരു വിമർശനം, മുഖ്യമന്ത്രിക്ക് അടുക്കള വരെ സ്വാധീനമുള്ള ചില മുതലാളിമാരുമായി ബന്ധമുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല, സ്പീക്കർക്ക് ചില വാണിജ്യ ബന്ധങ്ങളുണ്ട് എന്ന ആക്ഷേപം വന്നു. അപ്പോൾ അത്തരം ഒരു ആരോപണം വന്ന ആൾക്കെതിരെ ഷോക്കോസ് കൊടുക്കുന്ന നില വന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതെന്താണ്? ഞങ്ങൾ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, പാർട്ടിക്കകത്ത് ഇന്ന ചർച്ച നടന്നിരിക്കുന്നു എന്ന് മാധ്യമ ചർച്ചയുടെ ഭാഗമായിട്ട് വിചാരണയ്ക്ക് ഞങ്ങളില്ല. അത് ഞാൻ പണ്ടേ പറഞ്ഞാണല്ലോ നിങ്ങളോട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ചർച്ച നിങ്ങൾ രീതിയിൽ ഉണ്ടാക്കുക, നിങ്ങൾ തന്നെ അതിൻ്റെ മേലെ ചർച്ച ചെയ്യുക, നിങ്ങൾ തന്നെ അതിൻ്റെ അവസാനം തീരുമാനം എടുക്കുക. ഞങ്ങളതിൻ്റെ മേലെ പ്രതികരിക്കാനില്ല.
ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നിരവധി ചർച്ച നടക്കും. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നടക്കും, ജില്ലാ കമ്മിറ്റിയിൽ നടക്കും. നിരവധിയായ ഘടകങ്ങളിലൊക്കെ വിമർശനമുണ്ട്, സ്വയം വിമർശനമുണ്ട്, എല്ലാം നടക്കുന്നതാണ്. ആ നടക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ നടക്കണമെന്നത് അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഓരോന്നിനെടുത്ത് അതിൻ്റെ മേലെ ഇങ്ങനെ എന്താ നിലപാട്, എന്താണ് അതിനെ ചോദിക്കേണ്ട കാര്യമില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒന്നും പുറത്ത് പറയാൻ ഉദ്ദേശിക്കുന്നതല്ല. പുറത്ത് വന്നു നിങ്ങൾ പറയുന്ന വാർത്തേൻ്റെ മേലെ പ്രതികരിക്കില്ല. ഈ അല്ല നേതാക്കന്മാരുടെ അത് ഞാൻ പറഞ്ഞു. അല്ല പക്ഷേ ചർച്ച അവിടെ നിൽക്കട്ടെ. നേതാക്കന്മാരുടെ പൊതുവായിട്ടുള്ള ഈ മുതലാളിത്ത ചെങ്ങാത്തം, അതായത് ഒരു അങ്ങ് പറഞ്ഞ പോലെ രണ്ടാം സർക്കാർ വന്നപ്പോൾ ചില തെറ്റായ പ്രവണതകളും പാർട്ടിയിൽ കടന്നുകൂടി, അത് അത്തരം കാര്യങ്ങളിൽ ഒരു ജാഗ്രതയോടുകൂടി പരിഹരിക്കാൻ ചെയ്യും പാർട്ടി, ഒരു സംശയവുമാണ്. ഈ മുതലാളിത്ത ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ മുതലാളിമാരുമായി വന്നു. മുതലാളിത്ത ബന്ധം എന്ന് പറയുന്നത് വെറുതെ ആവശ്യമില്ലാത്ത പദപ്രയോഗങ്ങളാണ്. അല്ല, മുതലാളിമാരുമായി ബന്ധമുണ്ടെന്ന്. മുതലാളിമാരുമായിട്ട് ആർക്കാ ബന്ധമില്ലാതെന്ന്? രാജ്യത്ത് മുഴുവൻ എല്ലാവർക്കും പരസ്പരം ബന്ധമില്ലേ? ആ ബന്ധത്തിൻ്റെ എല്ലാ പ്രശ്നം, ആ ബന്ധം തെറ്റായ രീതിയിൽ ഒരു പാർട്ടി കേഡർ എന്ന രീതിയിലോ പാർട്ടി പ്രവർത്തനം എന്ന രീതിയിലോ പാർട്ടി നേതാവ് എന്ന രീതിയിലോ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. അല്ലാണ്ട് ഈ സമൂഹത്തിൽ ആരുമായിട്ട് ബന്ധപ്പെടുന്നതിൽ എന്താ കുഴപ്പമുള്ളത്? ഞങ്ങൾ ബന്ധപ്പെടേണ്ടെന്ന് തീരുമാനിക്കുന്നത് വളരെ ചുരുക്കാളേ ഉള്ളൂ. ഇനി അതുകൂടി റിപ്പോർട്ടുകാർ റിപ്പോർട്ട് ചെയ്തോ? ഒന്ന് കുത്തക മുതലാളിമാരാണ്, 2 ഭൂപ്രഭുക്കന്മാരാണ്, 3 സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തികളാണ്. ഈ 3 ഒഴിച്ച് ബാക്കി എല്ലാവരുമായിട്ടും സഹകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന ഒരു പാർട്ടി പരിപാടി കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ് CPIM. അല്ല, പക്ഷേ ഈ ആരോപണം വിമർശനം ഉന്നയിക്കുന്നവരെ വിമർശനമല്ല, വിമർശനവും ആരോപണം രണ്ടാണ്. അല്ല, വിമർശനം ഉന്നയിക്കുന്നവർക്ക് ഷോക്കോസ് കൊടുക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്ന പോലല്ലേ? തികച്ചും തെറ്റായ വിഷയമല്ല നിങ്ങളത്. അങ്ങനെ ഒരു നിലപാട് പാർട്ടി എടുക്കുന്ന പ്രശ്നമില്ല. തിരുവനന്തപുരം ഏതെങ്കിലും ഒരു പാർട്ടി ഘടകത്തിൻ്റെ അകത്ത് ചർച്ച ചെയ്ത ഒരു സഖാവിനെയും സംഘടനാപരമായ നടപടിക്ക് വിധേയപ്പെടുത്തുന്ന നിലപാട് CPIM-നില്ല. ഒന്നും കൂടി ഉറപ്പിച്ച് പറയാം, പാർട്ടിക്കകത്ത് നടത്തുന്ന ചർച്ച പാർട്ടിക്കകത്ത് തന്നെയാണ് നടത്തേണ്ടത്. അത് നടത്തുന്നതിന് പൂർണ്ണമായ പിന്തുണ പാർട്ടിയുടെ ഭാഗമായിട്ടുണ്ട്. അവസാനമായിട്ട് അതിനിപ്പോൾ തർക്കം തീർന്നില്ലേ? അവസാനമായി കോഴിക്കോട്ട് PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് പാർട്ടിയുടെ ഏരിയ സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ്, യുവജന നേതാവ് പണം വാങ്ങി 22 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ഇപ്പോൾ പുറത്തു വന്നത്. പാർട്ടിക്ക് മുന്നിൽ ആ പരാതിയുണ്ട്. ഈ പരാതി മാഷ് ശ്രദ്ധയപ്പെട്ടുണ്ട്. എന്ത് നടപടിയാണ്? ഞാൻ ഇന്ന് പത്രത്തിൽ നിങ്ങൾ ഏതൊരു പത്രത്തിൽ കണ്ടു മാത്രമേ ഉള്ളൂ. PSC മെമ്പർ അവരാണോ തീരുമാനിക്കുന്നത് അവിടെ? അല്ല, മന്ത്രി റിയാസ് വഴി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. ഏത് വഴി വാങ്ങിക്കൊടുക്കാനാണ്? വെറുതെ പറയുന്നതാണ്, ശുദ്ധ അസംബന്ധമാണ്. ഇമാതിരിയുള്ള കുറേ വാർത്തയും കെട്ടിപ്പൊക്കിയാണ് CPM-നെതിരായിട്ട് ഓരോ ദിവസവും പാർട്ടി അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ട് ഇതിന്. അതെ, അവരന്വേഷിച്ചോട്ടെ, അവരന്വേഷിച്ചു. മാഷ് എങ്ങനെ അസംബന്ധം എന്ന് പറയുന്നത്? അസംബന്ധം അല്ലാണ്ട് പിന്നെന്താ? ചുമ്മാ എങ്ങനെ പറയാം? PSC മെമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് PSC മെമ്പർഷിപ്പ് PSC മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരെങ്കിലും തീരുമാനിക്കുന്നതല്ലോ. അല്ല PSC മെമ്പർഷിപ്പ് ഏതെങ്കിലും ഏരിയ കമ്മിറ്റി സെൻ്ററാണ് തീരുമാനിക്കുക? അല്ല, റിയാസാ തീരുമാനിക്കുക? ഞാനാ തീരുമാനിക്കുക? പാർട്ടിയല്ലേ തീരുമാനിക്കുക? അല്ല, പക്ഷേ അപ്പോൾ അങ്ങനെയാണ് ഈ പാർട്ടിയുടെ ഉന്നതമായ മേഖലയിൽ തീരുമാനമെടുക്കേണ്ടുന്ന ഒരു കാര്യം സംബന്ധിച്ച് ഏതോ ഏരിയ കമ്മിറ്റി മെമ്പറോ ഏരിയ കമ്മിറ്റി സെൻ്ററിലുള്ള ഒരാളോ ഇങ്ങനെ ഇതിനു വേണ്ടി പണം വാങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഉറപ്പായിട്ട് പറയാണ്, PSC മെമ്പറാകാൻ വേണ്ടി ഒരാളുടെ കയ്യിൽ നിന്നും ഒരൊറ്റ പൈസ ആർക്കും വാങ്ങാൻ സാധിക്കുന്ന ഒന്നല്ല. ഇനി വേറെ കാര്യം നിങ്ങൾ ആലോചിച്ചു. അല്ല, അങ്ങനെ പറഞ്ഞ് പണം വാങ്ങിയത് പാർട്ടിയുടെ, അങ്ങനെ ആരെങ്കിലും പണം വാങ്ങിയിട്ടുണ്ട്, അങ്ങനെ എന്തൊക്കെ തട്ടിപ്പ് നടക്കേണ്ടത്? ആ പരാതി പാർട്ടിക്ക് മുന്നിലേ മാഷ് അറിയാത്തല്ലോ. നിങ്ങൾ ആലോചിച്ചോട്ടെ. ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. ഇന്ന് പത്രത്തിൽ കണ്ടപ്പോഴാണ് ഞാനത് മനസ്സിലാക്കി. അല്ല, ഞാൻ പത്രത്തിൽ കണ്ടല്ല, ഞാൻ അന്വേഷിച്ച കാര്യം പറയുന്നത്. അതായത് പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് മെയ് അവസാനം ലഭിച്ച പരാതിയിൽ ഒരു അന്വേഷണ കമ്മീഷൻ ഒരു തെളിവെടുപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് പാർട്ടി നേതൃത്വം, പ്രത്യേകിച്ചും സംസ്ഥാന സെക്രട്ടറി, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പത്രത്തിൽ കണ്ടപ്പോഴാണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. പാർട്ടി PSC മെമ്പറെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അവിടെ പൈസ വാങ്ങി എന്ന് പറഞ്ഞത് എന്തൊരു അസംബന്ധമാണെന്ന്. അതായത് ഈ അസംബന്ധങ്ങളാണ് പാർട്ടി. അസംബന്ധമൊന്നും വിടാൻ പോകുന്നില്ല. തെറ്റായ നിലപാട് ആര് സ്വീകരിച്ചാലും അതിനെ എതിർക്കും. സംഘടനാപരമായ നടപടി സ്വീകരിക്കും, നിലപാട് സ്വീകരിക്കും. അതെന്താ അതാണ്? അല്ല, ഈ അസംബന്ധങ്ങളൊക്കെ അസംബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒന്നിനെയും ഞങ്ങൾ വെച്ച് പൊറിപ്പിക്കില്ല എന്ന് പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞത്. ഞാൻ തെറ്റായ ഒരു നിലപാടിനെയും ഞങ്ങൾ പിന്തുണക്കുന്ന പ്രശ്നമില്ല. എല്ലാം മെറിറ്റ് അനുസരിച്ചിട്ടേ കാര്യം ചെയ്യുള്ളൂ. നല്ല കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളോടുകൂടി പ്രവർത്തിക്കാൻ പാർട്ടി മെമ്പർമാരുൾപ്പെടെ എല്ലാവരും തയ്യാറാവണം എന്നാണ് ഞങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിയുടെ സർക്കാരിൻ്റെ മുൻഗണന മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രയോറിറ്റിയിൽ ഇപ്പോൾ കേന്ദ്രം ഞെരുക്കുന്നതാണെങ്കിൽ കൂടി നമ്മുടെ പ്രയോറിറ്റിയിൽ ചില പിഴവുകളുണ്ട്, മുൻഗണനയിൽ ചില പിഴവുകളുണ്ടെന്നാണോ പാർട്ടി വിലയിരുത്തുന്നത്? അല്ലല്ല, ഏതിലാണ് ആദ്യം? അതാ പ്രശ്നം. മുൻഗണന എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, വേണ്ടെന്നല്ല. അതിനാദ്യം എന്തിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, അതാ കാര്യം. അത് തീരുമാനിക്കും. അതാണോ ഈ 20 നടക്കുന്ന കമ്മിറ്റി? വരാൻ പോകുന്ന കമ്മിറ്റികളുണ്ട്, ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടന്നുണ്ട്, ഒക്കെ ചെയ്യും.
ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിമർശനം, ഈ സർക്കാരിന് ഇപ്പം അനാവശ്യമായ ചില പരിപാടി, ഇപ്പോൾ കേരളീയം അല്ലെങ്കിൽ മറ്റ് അത്തരം ധൂർത്തുകൾ ഒഴിവാക്കി, അത് ഇപ്പം മാവേലി സ്റ്റോറുകളിൽ സാധനമില്ല, ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നതിന് പകരം ആ പ്രയോറിറ്റിയിലേക്കുള്ള പ്രശ്നം കർഷകർക്ക് നെല്ലിൻ്റെ പൈസ. അതൊക്കെ നിങ്ങൾ വെറുതെ പറഞ്ഞാണ്. കേരളീയ പദ്ധതിയൊക്കെ രാജ്യം മുഴുവൻ അംഗീകരിച്ച ഒരു പദ്ധതിയാണ്. അതിനുവേണ്ടി സാമ്പത്തിക ബാധ്യതയൊന്നും കാര്യമായിട്ടില്ല. ഇനി അടുത്ത് വരാൻ പോകുന്നത് മുഴുവൻ സ്പോൺസർഷിപ്പാണ്. അപ്പോൾ എന്താണ് ഗവൺമെൻറ് നഷ്ടം? രാജ്യത്തെ ജനങ്ങളെ ആഘോഷപൂർവ്വം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്ത് പോകാണല്ലോ കേരളീയൊക്കെ. ആഘോഷമാണ്, ആഘോഷം തന്നെയാണ്. എൻ്റെ പേര് ആഘോഷിക്കാൻ പാടില്ല എന്നാണോ ഇവിടെ ആരെങ്കിലും തീരുമാനിച്ചത്? അല്ല മാഷ് തലപ്പറമ്പിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ എത്ര കൊല്ലമായി നടക്കും? ഇനി നടക്കും. അപ്പോൾ ഇനിയും കേരളത്തിലാകെ ഹാപ്പി ആവട്ടെ. മാഷ് ഹാപ്പിയായി കേരളം മാറണമെന്നാണ് മാഷിൻ്റെ പ്രതീക്ഷ. പോലെ കാര്യങ്ങൾ നടക്കട്ടെ. രാഷ്ട്രീയ ആശങ്കകളെ പറ്റി ഉള്ള പരിമിതമായ പ്രതികരണങ്ങൾ മാത്രമാണ് ശ്രീ എം വി ഗോവിന്ദൻ ഉണ്ടാകുന്നത്. നന്ദി.